അപ്പോൾ പിന്നെ പ്രത്യയശാസ്ത്രവുമില്ല, ധാർമ്മികതയുമില്ല, അധികാരം മാത്രം. എന്ത് വില കൊടുത്തും എന്ത് നടപടികൾ സ്വീകരിച്ചും അധികാരത്തിൽ കയറുക, കിട്ടിയ അധികാരം എങ്ങനെയും നിലനിർത്തുക. ആ രീതിക്കുള്ളൊരു മാറ്റമാണ് ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾക്കകത്ത് വരെ ഉണ്ടായിട്ടുള്ളത്. അവരൊരു മുദ്രാവാക്യം ഉണ്ടാകും, കേരളത്തിന് രക്ഷ വേണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം എന്നൊരു പോസ്റ്റർ അവിടെ ഇവിടെയൊക്കെ കാണുമായിരുന്നു. അത് മാത്രം കോൺഗ്രസ്സുകാർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി ഈ മുന്നണിയെ പരാജയപ്പെടുത്താൻ. സന്ദീപ് വാര്യർ ആരായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ, ഇലക്ഷൻ വരെ RSSൻ്റെ വക്താവായിരുന്നു. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ആ സന്ദീപ് വാര്യരെ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജയിപ്പിച്ചെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റൊന്നുമല്ല. ഹിന്ദിയിലാണ് നെഹ്റുവിൻ്റെ പ്രസംഗം. ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് സോ ഹാപ്പൻഡ്, ഞങ്ങളൊരു ഭാഗത്ത് ഞങ്ങൾ മാത്രം മാറിയിരിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ നെഹ്റു ശ്രദ്ധിച്ചു, വൈ ദീസ് പീപ്പിൾ ആർ സ്വിച്ചിങ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ്, സർ, വി ആർ കമ്മിങ് ഫ്രം സൗത്ത് ഇന്ത്യ, വി നോ വെരി ലിറ്റിൽ അബൌട്ട് ഹിന്ദി എന്ന് അന്ന് പറഞ്ഞു. ഓ, ഐ എം സോറി, ഹിയർ ആഫ്റ്റർ ഓൾ പ്രൊസീഡിങ് ഷാൽ ബി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുക മാത്രമല്ല, നെഹ്റു അതുവരെയും ആ പ്രസംഗിച്ച കാര്യങ്ങൾ വീണ്ടും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അതാണ് നെഹ്റു. ഇന്നിപ്പോൾ ആരും കേൾക്കാതെ എന്താ മൻ കി ബാത്തോ, അതല്ല ഇപ്പോഴത്തെ ഒരു ശൈലി. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ വലിയ പരാജയം, അതിന് തൊട്ടു പിന്നാലെ നടന്ന എല്ലാ കമ്മിറ്റികളിലും CPM യോഗങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെതിരായി ഉയർന്നു വന്ന ആരോപണം, MV ഗോവിന്ദനെതിരെ ഉയർന്നു വന്ന ആരോപണം, സ്ഥിരമായി അല്ലെങ്കിൽ നിരന്തരമായി CPMന്റെ അകത്ത് തന്നെ CPMലെ നേതാക്കൾക്കെതിരെ, കേഡർ പാർട്ടി ആയതുകൊണ്ട് ആരും വാ തുറക്കാതിരുന്ന പാർട്ടിയിൽ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോലെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തുന്നു. കേന്ദ്ര കമ്മിറ്റി പോലും പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എടുത്ത നിലപാട് തെറ്റായിരുന്നു, വെള്ളാപ്പള്ളി നടേശനൊപ്പം കൂട്ടിയത് തെറ്റായി, യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് വായിച്ചത് തെറ്റായി എന്നൊക്കെ. എന്നിട്ടും തിരുത്താൻ പോവുകയാണ് CPM എന്ന് CPM തന്നെ പറയുന്നുണ്ട്. തിരുത്തൽ ശക്തിയാകാൻ പോകുന്നു, പഴയ CPM ആയി മടങ്ങി വരാൻ പോകുന്നു. പക്ഷേ തിരുത്താൻ തയ്യാറാണ് എന്ന് CPM പറയുമ്പോഴും പിണറായി വിജയനും MV ഗോവിന്ദനും മാറുന്നില്ല. പിന്നെ എന്ത് തിരുത്താണ് CPM നടത്താൻ പോകുന്നത്? ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, ഞാനൊക്കെ ഒരു 1967 പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. എത്ര വർഷമായി നിങ്ങൾക്ക് കണക്കൂട്ടി അറിയാം. നിരവധി, അന്നൊക്കെ ഞാൻ പിന്നെ സർവീസിലായതുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാറില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളെ വളരെ ശ്രദ്ധയോടെ പിന്തുടരുകയും അതെൻ്റെ പഠന പ്രക്രിയയുമായിട്ടും അധ്യാപന ജോലിയുമായി കൂട്ടിച്ചേർത്ത് വിദ്യാർത്ഥികളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് രാഷ്ട്രീയ ചുവയില്ലാതെ സത്യമായിട്ട് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എനിക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൻ്റെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ എന്നെ ചോദ്യം ചെയ്യുമായിരുന്നില്ല അതിൻ്റെ പേരിൽ. പക്ഷേ ആ ചോദ്യം ചെയ്യൽ ഇന്നിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഒരു കാര്യവും അന്നൊക്കെ തന്നെ ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കോളേജ് തുറന്നാൽ പാർട്ടി ഓഫീസിൽ യോഗം വിളിക്കും നേതാക്കന്മാർ. ഓരോരുത്തരുടെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് ചോദിക്കും. ഫൈനൽ ഇയർ പഠിക്കുന്നവരോട് പറയും, നിങ്ങൾ ഈ വർഷം സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ പങ്കെടുക്കണ്ട, നിങ്ങൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതേ അനുഭവം വെച്ചുകൊണ്ട് പഠിച്ച് ഡിഗ്രി എടുത്ത് കോളേജിൽ ജോലി കിട്ടി. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ തന്നെ അധ്യാപകനായി വന്നപ്പോൾ 3 വർഷം ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് കോളേജ് യൂണിയൻ സെക്രട്ടറി എന്ന് ഞാൻ അറിയുന്നത് 3ാമത്തെ വർഷം ആപ്ലിക്കേഷൻ ഫോം കൗണ്ടർ ചെയ്യേണ്ടി വന്നപ്പോഴാണ്. അപ്പോഴാണ് കോളേജ് യൂണിയൻ സെക്രട്ടറിയായി 3 വർഷം പഠിച്ചിരുന്ന ആ വിദ്യാർത്ഥി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. അത്രയ്ക്ക് വ്യത്യാസം വന്നു അന്നും ഇന്നും. 57 ആ കാലഘട്ടം മുതൽ 66 67 10 വർഷങ്ങൾക്കിടയിൽ വിദ്യാർത്ഥി രംഗത്ത് വന്നിട്ടുള്ള ആ ഒരു മാറ്റം, പഠന പ്രക്രിയയും സംഘടനാ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം വളരെ
ദയനീയമായ രീതിയിലാണ് നടത്തുന്നത്. ഞാൻ മഹാരാജ് കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ അധ്യാപകൻ ആദ്യത്തെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, പക്ഷെ നിങ്ങൾ മാത്യു കുര്യനെ മാതൃകയാക്കി എടുക്കണം. ഡോക്ടർ മാത്യു കുര്യൻ മഹാരാജ് കോളേജിൽ MA എക്കണോമിക്സിന് ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും എൻ്റെ ഗുരുനാഥനും കൂടിയായ ആൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, പക്ഷേ നിങ്ങൾക്ക് മാത്യു കുര്യനെ മാതൃകയാക്കാമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഒരൊറ്റ ക്ലാസ്സിൽ പോലും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കോളേജ് യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്, അന്ന് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പേടിച്ച് അരണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ മാത്യു കുര്യൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നപ്പോൾ പെൺകുട്ടികളടക്കം അയാൾക്ക് വോട്ട് ചെയ്യുകയും അയാളുടെ യൂണിയൻ ചെയർമാനാകുകയും ചെയ്തു. നല്ലൊരു വിദ്യാർത്ഥി, അച്ചടക്കമുള്ളൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയവുമായി പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും വിരോധമില്ല. ഇതാണ് അന്ന് അധ്യാപകരിൽ നിന്ന് കിട്ടിയ ഉപദേശം. ഇന്ന് അധ്യാപകരും പാർട്ടി നേതാക്കന്മാരും എങ്ങനെയാണ് കുട്ടികളെ നയിക്കുന്നത് എനിക്കറിയില്ല. അതും അവിടെ നിന്ന് തുടങ്ങി അതപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ പ്രത്യയശാസ്ത്രവും ഇല്ല, ധാർമ്മികതയും ഇല്ല, അധികാരം മാത്രം. എന്ത് വില കൊടുത്തും എന്ത് നടപടികൾ സ്വീകരിച്ചും അധികാരത്തിൽ കയറുക, കിട്ടിയ അധികാരം എങ്ങനെയും നിലനിർത്തുക. ആ രീതിക്കുള്ളൊരു മാറ്റമാണ് ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾക്കകത്ത് വരെ ഉണ്ടായിട്ടുള്ളത്. അത് ചിലപ്പോൾ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പിന്നെ അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടാകുമായിരുന്നു. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാം എന്നൊരു ഓഫർ വന്ന ഒരു കാലത്ത്, അന്ന് ജ്യോതി ബാസു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ദിശ മറ്റൊരു രീതിയിലേക്ക് മാറുമായിരുന്നു എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ അത് നടന്നില്ല. കേരളത്തിലാണെങ്കിലോ ഏറ്റവും നല്ല ഇടതുപക്ഷ മന്ത്രിസഭ ഏതാണെന്ന് ചോദിച്ചാൽ നെഞ്ചത്ത് കൈവച്ച് ഒരാൾക്കും അത് അച്യുതനം മന്ത്രിസഭയാണ് എന്ന് പറയാൻ കഴിയും. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ആ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ അതുപോലൊരു മന്ത്രിസഭ പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതൊരു സത്യമാണ്. കാരണം ഈ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ആണ് പ്രധാന ഇഷ്യൂ. അത് ഏറ്റവും പരമദയനീയാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അത് തന്നെയാണ് ഇപ്പോൾ ഈ സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തലും തമ്മിലുള്ള അന്തരം. പക്ഷെ വായിക്കുന്നവന് മനസ്സിലാവും അന്തരമില്ല, രണ്ടും ഒന്നാണ്. പേരില്ല എന്ന് പറഞ്ഞു. ഈ ഇത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഞാനന്ന് AK ആൻ്റണി എൻ്റെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നതാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് ആൻ്റണി. ആൻ്റണി നടത്തിയ ഒരു പ്രസ്താവന ഞാൻ അന്ന് തന്നെ ആൻ്റണി വിളിച്ചു പറഞ്ഞു. അതായത് അവരൊരു മുദ്രാവാക്യം ഉണ്ടായത്, കേരളത്തിന് രക്ഷ വേണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം എന്നൊരു പോസ്റ്റർ അവിടെ ഇവിടെയൊക്കെ കാണുമായിരുന്നു. അത് മാത്രം കോൺഗ്രസ്സുകാർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി ഈ മുന്നണിയെ പരാജയപ്പെടുത്താൻ. ശരിക്കും അത് തന്നെയാണ്. കാരണം ഈ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഈ മുന്നണി 10 വർഷം എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കും. അതിനുള്ളൊരു വഴി ആ ഗവൺമെൻറ് തന്നെ തുറന്നു വിട്ടുകയായിരുന്നു. അന്ന് പത്രം എടുക്കുമ്പോൾ മുഴുവൻ പരസ്യങ്ങൾ വരുന്നത് മുന്നണി ഭരണത്തിൻ്റെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സാധാരണക്കാർക്കറിയാം. എൻ്റെ അടുത്ത് പലരും വന്നു, എന്നെ ഈ കാര്യത്തിൽ എന്ത് ഞാൻ വഴി തെറ്റി പോവുകയാണെന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായി. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എനിക്ക് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള കോളേജുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും പങ്കെടുത്തിട്ടുള്ളതാണ്. തൃക്കരിപ്പൂരിൽ എങ്ങനെ സന്ദീപ് വാര്യർ ജയിച്ചു? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സന്ദീപ് വാര്യർ ആരായിരുന്നു? പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് വരെ, ബൈ-ഇലക്ഷൻ വരെ RSSൻ്റെ വക്താവായിരുന്നു. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ആ സന്ദീപ് വാര്യരെ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജയിപ്പിച്ചെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് തിരിച്ചറിയാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാവണ്ട,
മുഖ്യമന്ത്രി ആവണ്ട, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആവണ്ട, സെക്രട്ടേറിയറ്റ് മെമ്പറും ആകണ്ട, ഒരു വഴി കൂടി പോകുന്ന ആളോട് ചോദിച്ചാലും പറഞ്ഞു. എനിക്ക് ആ ഭാഗമൊക്കെ അറിയാവുന്നതാണ്. ഞാൻ തലശ്ശേരി പെണ്ണൻ കോളേജിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്, പയ്യന്നൂർ, തളിപ്പറമ്പ്. അവിടെയൊക്കെ CPM സ്ഥാനാർത്ഥികൾ തോൽക്കുക എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ തോറ്റാൽ തന്നെയും ഇത്ര വലിയ മാർജിനിൽ തോൽക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ജനവികാരം അത്ര ശക്തമാണ്. ഇപ്പം ഇന്ന് EP ജയരാജൻ്റെ പ്രസ്താവന കണ്ടു. ഞാൻ പിണറായി വിജയനെ പരസ്യമായിട്ടല്ലെങ്കിലും വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? EP ജയരാജൻ പോലുള്ള നേതാക്കന്മാർക്ക് പോലും, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും പിണറായി വിജയനെ, അത് എൻ്റെ സുഹൃത്താണ് സെബാസ്റ്റ്യൻ പോൾ, IRS കോളേജിൽ പഠിച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. സെബാസ്റ്റ്യൻ പോൾ എന്താ പറയുന്നത്? ഒറ്റ ഫാക്ടറി പറയുന്നുള്ളൂ സെബാസ്റ്റ്യൻ പോൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ അല്ല മറ്റാരെങ്കിലുമാണ് ഉയർത്തിക്കാട്ടിയിരുന്നതെങ്കിൽ ഇത്രയും ദയനീയ പരാജയം LDF ഉണ്ടാകുമായിരുന്നില്ല. ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഫോണിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്. ഇതാണ് സത്യം. ഈ സത്യം സത്യമായിട്ട് കാണണ്ടേ? ഞാനെപ്പോഴും ഒരു TK രാമേന്ദ്രൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. TK രാമേന്ദ്രനൊക്കെ എൻ്റെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും, ഞാൻ വെൽക്കം ചെയ്യുമായിരുന്നു. ഇന്ന് ചോദ്യം ചോദിച്ചാലോ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. അതിൽ ആ വ്യത്യാസം നോക്കും. ഞാൻ പറയും, നിങ്ങൾ ചോദ്യം ചോദിക്കും, അറിയാവുന്നതാണ് മറുപടി പറയാം എന്ന് പറഞ്ഞാൽ ആ ചോദ്യം കർത്താവിനെ തൃപ്തിപ്പെടുത്തി പിന്നെ നിങ്ങൾക്ക് അബദ്ധം പറ്റാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇതല്ല, ഔട്ട്റൈറ്റ് അങ്ങ് ഡിസ്കറേജ് ചെയ്യാണ്. അത് ഒരു സംശയങ്ങളും അല്ല. സ്വയം വിമർശനം ഉണ്ടേയില്ല. എന്നിട്ട് വേണ്ടേ മറ്റൊരാളുടെ വിമർശനം കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നു. ഇതൊക്കെയാണ് രാജ്യത്ത് ഒട്ടാകെ. പിന്നെ അതാണ് ഞാൻ ജ്യോതിബാസുവിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. ഇവിടെ അത് തന്നെയാണ് സ്ഥിതി. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നറിയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനം പരാജയപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇടതുപക്ഷം ശക്തിമായി നിൽക്കേണ്ടത് ഭരണകക്ഷിക്ക് താല്പര്യങ്ങൾക്കും കൂടി ഇണങ്ങിയതാണ്. കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ഭരണകക്ഷിക്ക് ഭരണമായി മുമ്പോട്ട് കൊണ്ടുപോകും? കാരണം പണ്ഡിറ്റ് നെഹ്റുവിനെയൊക്കെ ആ മാതൃകയാക്കേണ്ടതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ. ഇപ്പോൾ ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ പ്ലാനിംഗ് ഫോറം സെക്രട്ടറി ആയിട്ട് ഓൾ ഇന്ത്യ കോൺഫറൻസിന്, പ്ലാനിംഗ് ഫോറത്തിൻ്റെ കോൺഫറൻസിന് മഹാരാജ് കോളേജ് സെക്രട്ടറി ആയി എന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അത് പോയി. അവിടെ നിന്ന് കോൺഫറൻസിൽ നെഹ്റു തന്നെ നേരിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഹിന്ദിയിലാണ് നെഹ്റുവിൻ്റെ പ്രസംഗം. ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് സോ ഹാപ്പൻഡ്, ഞങ്ങളൊരു ഭാഗത്ത് ഞങ്ങൾ മാത്രം മാറിയിരിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ നെഹ്റു ശ്രദ്ധിച്ചു, വൈ ദീസ് പീപ്പിൾ ആർ സ്വിച്ചിങ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ്, സർ, വി ആർ കമ്മിങ് ഫ്രം സൗത്ത് ഇന്ത്യ, വി നോ വെരി ലിറ്റ് അബൌട്ട് ഹിന്ദി എന്ന് അന്ന് പറഞ്ഞു. ഓ, ഐ എം സോറി, ഹിയർ ആഫ്റ്റർ ഓൾ പ്രൊസീഡിങ് ഷാൽ ബി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുക മാത്രമല്ല, നെഹ്റു അതുവരെയും ആ പ്രസംഗിച്ച കാര്യങ്ങൾ വീണ്ടും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അതാണ് നെഹ്റു. ഇന്നിപ്പോൾ ആരും കേൾക്കാതെ എന്താ മൻ കി ബാത്തോ, അതല്ല ഇപ്പോഴത്തെ ഒരു ശൈലി. ഒരു പത്രസമ്മേളനം നടത്താൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഈ സംഭവത്തിൽ അർദ്ധരാത്രിയാണ് പ്രധാനമന്ത്രി ഒരു കാര്യം വിളിച്ചു പറയുന്നത് നാടിനുള്ളത്. എന്ത് പകൽ വെളിച്ചത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. അവർക്ക് പലതും വിളിച്ചു വയ്ക്കാനുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം, അത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റേതായാലും എല്ലാം തന്നെ അവർ ദേ ഹാവ് ടു ലുക്ക് അൺ ടു ദംസെൽസ്, എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. കാരണം എൻ്റെ ഒരു അനുഭവം അതാണ്.